ഈ കഴിഞ്ഞ 2026 തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജനഭൂമിയുടെ ഒരു നിരീക്ഷണം എന്താണ്, വ്യക്തിപരമായിട്ട് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ ഞാൻ എങ്ങനെയാണ് വിലയിരുത്തുന്നത് എന്ന് ചോദിച്ച് ഒട്ടേറെ എൻ്റെ സുഹൃത്തുക്കൾ, ജീവിതത്തിൻ്റെ പല തുറകളിലും വ്യക്തിമുദ്ര പതിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ആളുകളടക്കമുള്ള ഒട്ടേറെ എൻ്റെ സുഹൃത്തുക്കൾ ആരാഞ്ഞു. കേരളത്തിൽ യാത്ര ചെയ്തിട്ട് എല്ലാ നിയോജക മണ്ഡലങ്ങളിലും പോകാൻ പറ്റിയില്ലെങ്കിലും പ്രധാനപ്പെട്ട നിയോജക മണ്ഡലങ്ങളിലൊക്കെ പോയി വിവരങ്ങൾ ശേഖരിച്ച ഒരു ടീമിനോടൊപ്പം ഉണ്ടായിരുന്ന ഒരാൾ എന്ന നിലയിൽ എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ വിലയിരുത്തുന്നത് എന്ന് ചോദിച്ചു. സത്യസന്ധമായി പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പ്രവചിക്കുക അസാധ്യമാണ് എന്നാണ് ആമുഖമായിട്ട് എനിക്ക് പറയാനുള്ളത്. ഇവിടെ ഞാൻ സംസാരിക്കുന്നത് ജനഭൂമിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരുമായിട്ടാണ്. പ്രേക്ഷകരുടെ എണ്ണത്തിൽ അഭിമാനിക്കുന്നവരല്ല ഞങ്ങൾ, മറിച്ച് ഞങ്ങളുടെ പ്രേക്ഷകരുടെ ക്വാളിറ്റിയിലാണ് ഞങ്ങൾ അഭിമാനിക്കുന്നത്. ജനഭൂമിയുടെ പ്രേക്ഷകരിലെ 90% മധ്യവർഗത്തിൽപ്പെട്ട അഭ്യസ്തവിദ്യരായ ആളുകളാണ്. അവരിൽ ഏതാണ്ട് 100% അവർ രാജ്യസ്നേഹികളാണ്, വികസിത ഭാരതം സ്വപ്നം കാണുന്നവരുമാണ്. ഓരോ വീഡിയോയുടെയും താഴെ വരുന്ന കമൻറ്റ് ബോക്സിലെ വരുന്ന കമൻറ്റുകളൊന്ന് വായിച്ചാൽ ജനഭൂമിയുടെ പ്രേക്ഷകരുടെ ഉയർന്ന നിലവാരം ആർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. ഒരു വളരെ സീനിയറായ ഒരു ജേർണലിസ്റ്റ് കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞു, താങ്കളുടെ മീഡിയയിലെ ജനഭൂമിയിലെ വരുന്ന കമൻറ്റുകൾ ഞാൻ സശ്രദ്ധം വായിക്കാറുണ്ട്, എല്ലാം വലിയ നിലവാരം പുലർത്തുന്ന കമൻറ്റുകളാണ്. ഇംഗ്ലീഷിലായാലും ശരി മലയാളത്തിലായാലും ശരി വളരെ ഭംഗിയായിട്ടാണ് ആ കമൻറ്റ് എഴുതുന്ന ആളുകൾ അത് അവതരിപ്പിക്കാറുള്ളത്. മോശമായ ഒരു കമൻറ്റും യഥാർത്ഥത്തിൽ ഇന്ന് വരെ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ടില്ല. ആരും അസഭ്യം പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ആരും നിലവാരം കുറഞ്ഞ വിമർശനങ്ങൾ ഉയർത്തിയിട്ടില്ല. വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്, നിരീക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഒരു നിലവാരത്തിൽ നിന്നുള്ളതാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് ജനഭൂമിക്ക് വേണ്ടി ഞാൻ 2026 തെരഞ്ഞെടുപ്പിനെ വിലയിരുത്താൻ ശ്രമിക്കുന്നത്. ഈ യാഥാർത്ഥ്യം 100% ഉൾക്കൊണ്ടുകൊണ്ടാണ്. പക്ഷേ 100% നിഷ്പക്ഷത എന്ന് പറയുന്നത് അസാധ്യമാണ് എന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർക്കറിയാം. കഴിയുന്നത്ര നിഷ്പക്ഷത പാലിച്ചുകൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ, എനിക്ക് നിരീക്ഷിക്കാൻ കഴിഞ്ഞ, എനിക്ക് ശേഖരിക്കാൻ ചില യാഥാർത്ഥ്യങ്ങൾ, ചില വസ്തുതകൾ പ്രേക്ഷകരുടെ മുന്നിൽ വയ്ക്കുക മാത്രമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ വളരെ വിലയേറിയ അഭിപ്രായങ്ങൾ ഈ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ നൽകണം. നിങ്ങൾ നൽകുന്ന നിർദ്ദേശങ്ങൾ, നിങ്ങൾ ഉയർത്തുന്ന വിമർശനങ്ങൾ, അതാണ് ജനഭൂമിയെ മുന്നോട്ട് നയിക്കുവാനുള്ള ഞങ്ങളുടെ പ്രേരക ശക്തി. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ വിലയിരുത്തണം. ഞാൻ ആദ്യം തന്നെ പറഞ്ഞോട്ട്, ഇത് തികച്ചും വ്യക്തിനിഷ്ഠമായ ഒരു നിരീക്ഷണം മാത്രമാണ്. വ്യക്തിനിഷ്ഠമായ നിരീക്ഷണമാകുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന എല്ലാ പരിമിതികളും എൻ്റെ ഈ നിരീക്ഷണത്തിനും ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ വിവരങ്ങൾ ശേഖരിക്കാൻ ഇറങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ അടിസ്ഥാനപരമായ ഒരു കാര്യം, ഞാൻ ധരിച്ചിരുന്നത് കേരളത്തിലെ ഏറ്റവും തന്ത്രശാലികളായ ആളുകൾ കേരളത്തിലെ രാഷ്ട്രീയക്കാരാണെന്നാണ്. എൻ്റെ ധാരണ തെറ്റാണെന്ന് തെളിഞ്ഞു. കേരളത്തിലെ ഏറ്റവും തന്ത്രശാലികളായ ആളുകൾ കേരളത്തിലെ സാധാരണ വോട്ടർമാരാണ്. അവരുടെ മനസ്സ് കണ്ടെത്തുക അത്ര സാധ്യമല്ല, അത്ര ക്ഷിപ്രസാധ്യമായ കാര്യമല്ല ഒരു വോട്ടറുടെ മനസ്സ് കണ്ടെത്തുന്നത്. ആരെയും അവർ വെറുപ്പിക്കില്ല. അതേസമയം രാഷ്ട്രീയ കാര്യങ്ങളിൽ ഉറച്ച നിലപാടുണ്ട്. അച്ഛനൊരു നിലപാട്, അമ്മയ്ക്ക് മറ്റൊരു നിലപാട്, മകൾക്കൊരു നിലപാട്, മകനൊരു നിലപാട്, അങ്ങനെ ഓരോ വ്യക്തിക്കും ഓരോ കൃത്യമായ രാഷ്ട്രീയ നിലപാടുണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പം തന്ത്രശാലികളായ വോട്ടർമാരുമായിട്ട് നടത്തുന്ന അഭിമുഖത്തിൽ കൃത്യമായ വിവരങ്ങൾ ശേഖരിക്കുക ഏതാണ്ട് അസാധ്യമാണ്. അതാണ് ആദ്യം തന്നെ എനിക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ മുന്നിൽ വയ്ക്കാനുള്ള എൻ്റെ നിരീക്ഷണത്തിലെ ഏറ്റവും വലിയ പരിമിതി അതാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇനി ഇവിടെ ഞാൻ 3-4 പ്രത്യേകതകൾ ഈ തെരഞ്ഞെടുപ്പിന് കണ്ടു. അതിൽ പ്രധാനമായിട്ടും 3 പ്രത്യേകതകൾ. അതുമാത്രമാണ് ഞാൻ മുന്നോട്ട് വയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. ഈ 2026 തെരഞ്ഞെടുപ്പിനുള്ള ഒരു പ്രത്യേകത, ഐക്യ കേരളത്തിൽ ആദ്യം തെരഞ്ഞെടുപ്പ് നടക്കുന്നത് 1952 2026 തൊട്ട് മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പ് 2021 ഏതാണ്ട് 7 പതിറ്റാണ്ട് കാലം കേരള രാഷ്ട്രീയം 2 ധ്രുവങ്ങളിലായിട്ട് കേന്ദ്രീകരിച്ചിരുന്നു. ഒരിടത്ത് LDF, മറ്റൊരിടത്ത് UDF. LDFും UDFും മാറി മാറി ഭരിക്കുന്ന ഒരു സംവിധാനമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ സാധാരണ ജനങ്ങൾക്ക് റിസൾട്ടിനെ കുറിച്ച് വലിയ ആകാംക്ഷയൊന്നുമില്ല. ഒന്നുകിൽ ഇടതുപക്ഷം വരും,
അതല്ലെങ്കിൽ വലതുപക്ഷം വരും. അതിനപ്പുറം വലിയ പ്രാധാന്യം ജനങ്ങൾ കൊടുക്കാറില്ല. പക്ഷേ 2026 തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ നേതാക്കന്മാരും മാത്രമല്ല പൊതുസമൂഹവും വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണ് അടുത്ത മാസം 4-ാം തീയതി നമ്മൾ അറിയാൻ പോകുന്നത്. അപ്പോൾ അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. LDFും UDFുമായി രണ്ട് ധ്രുവങ്ങളിൽ നിന്ന് കേരള രാഷ്ട്രീയത്തിലേക്ക് മൂന്നാമത് ഒരു പാർട്ടിയുടെ സാന്നിധ്യം വരുന്നു എന്നുള്ളതാണ് നമ്പർ 1. ഇനി നമ്പർ 2, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് BJP എന്തായാലും 2026 തെരഞ്ഞെടുപ്പിൽ ശക്തമായൊരു സാന്നിധ്യമായി കഴിഞ്ഞു. എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് 30 സീറ്റുകളിൽ കടുത്ത ത്രികോണ മത്സരമാണ് കേരളത്തിൽ നടക്കുന്നത്. അത് പ്രവചനത്തിന് അതീതമാണ്. കാരണം 30 സീറ്റുകളിൽ സ്വാധീനം ചെലുത്തത്തക്ക വിധത്തിൽ BJP കേരളത്തിൽ വളർന്നു. ഈ വളർച്ച ഒറ്റയ്ക്ക് നേടിയ വളർച്ചയാണ്. ബാക്കിയൊക്കെ കൊച്ചു കൊച്ചു പാർട്ടികളൊക്കെ പിന്നാലെ വന്നവരാണ്. BJP ഒറ്റയ്ക്ക് നേടിയൊരു വളർച്ചയാണിത്. കോൺഗ്രസ് ഒറ്റയ്ക്ക് നേടിയ വളർച്ചയല്ല. BJP മുസ്ലിം ലീഗില്ലെങ്കിൽ എന്ത് കോൺഗ്രസ്സാണ്? കേരള കോൺഗ്രസ് ഇല്ലെങ്കിൽ എന്ത് കോൺഗ്രസ്സാണ്? CPMനെ സംബന്ധിച്ചിടത്തോളം CPMനോടൊപ്പം CPI ഇല്ലെങ്കിൽ നിലനിൽപ്പ് അസാധ്യമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. CPI ഇല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് ഒരു തലവേദന സൃഷ്ടിക്കാൻ തീർച്ചയായിട്ടും CPIക്ക് കഴിയും. അപ്പോൾ CPIയെ കൂടെ ചേർത്ത് നിർത്തേണ്ടത് തെരഞ്ഞെടുപ്പ് രംഗത്തെ വിജയത്തിന് CPMന് അനിവാര്യമാണ്. അതുപോലെ തന്നെ കുറേ കൊച്ചു കൊച്ചു ഘടകകക്ഷികളും മറ്റു കാര്യങ്ങളൊക്കെ വെച്ചാണ് അവർ പോകുന്നത്. പക്ഷെ BJP അങ്ങനല്ല. BJP ഒറ്റ പാർട്ടിയായിട്ടാണ് നിൽക്കുന്നത് എന്നുള്ളതാണ് BJPയുടെ പ്രത്യേകത. അപ്പോൾ ഒന്നാമത് ഞാൻ കണ്ടെത്തിയ പ്രധാനപ്പെട്ട കാര്യം 30 നിയോജക മണ്ഡലങ്ങളിൽ കടുത്ത ത്രികോണ മത്സരം നടക്കുന്നു. അത് പ്രവചനാതീതവുമാണ്. പലരും പലതും പ്രവചിച്ചിട്ടുണ്ട്. പക്ഷേ വോട്ടർമാരെ കണ്ട എൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പലരുടെയും അഭിപ്രായങ്ങൾ തേടിയിട്ടുള്ള ഒരാൾ എന്നുള്ള നിലയിൽ വളരെ പ്രയാസമാണ് ഇതിൻ്റെ ഒരു ഫലം കണ്ടെത്താൻ. ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ നമ്മുടെ വോട്ടർമാർ വളരെ തന്ത്രശാലികളാണ്. രാഷ്ട്രീയ നേതാക്കന്മാരെക്കാളൊക്കെ നല്ല തന്ത്രശാലികളാണ് നമ്മുടെ വോട്ടർമാർ. അതാണ് എൻ്റെ നിരീക്ഷണത്തിൽ എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം, BJP കേരളത്തിൽ ഇതുവരെ നാമമാത്രമായൊരു സാന്നിധ്യം മാത്രമായിരുന്നു. എന്നാൽ BJP മധ്യവർഗത്തിൻ്റെ ഇടയിലേക്കും അതുപോലെ തന്നെ താഴെ തട്ടിലേക്കും കാര്യമായി കടന്നു കയറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, BJP സ്ഥാനാർത്ഥി തോറ്റാലും മധ്യവർഗത്തിലെ വലിയൊരു വിഭാഗം ആളുകൾ ആ തോൽക്കുന്ന സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാൻ തയ്യാറാകുന്നു എന്നുള്ളതാണ്. സാധാരണ ആളുകൾ ജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥിക്കാണ് വോട്ട് ചെയ്യുന്നത്. ഇവിടെ ഇപ്പോഴങ്ങനല്ല. മധ്യവർഗത്തിലെ ഒരു പ്രബലമായ വിഭാഗത്തിൻ്റെ മനസ്സിൽ BJP സ്ഥാനാർത്ഥി തോൽക്കുന്നോ ജയിക്കുന്നോ എന്നുള്ളതല്ല, മറിച്ച് BJP സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുക, താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്യുക, അതാണ് തങ്ങളുടെ കർത്തവ്യം, അതാണ് ഈ രാജ്യത്തിൻ്റെ വികസനത്തിന് തങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് എന്ന് വിശ്വസിക്കുന്ന വോട്ടർമാരുടെ എണ്ണം വളരെ വളരെ വർദ്ധിക്കുന്നു. എന്ന് പറഞ്ഞാൽ, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, BJPക്ക് താമര ചിഹ്നത്തിൽ ചെയ്യുന്ന വോട്ട് പാഴാക്കലല്ല, ഭാവിയിലേക്കുള്ള ഒരു നിക്ഷേപമാണ് എന്ന് കരുതുന്ന വോട്ടർമാരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു. ഇതാണ് എനിക്ക് അടിവരയിട്ട് പറയാനുള്ളത്. വോട്ട് അവർ പാഴാക്കുകയല്ല, മറിച്ച് ഭാവിയിലേക്കുള്ള നിക്ഷേപമായി അവർ ആ വോട്ടിനെ കാണുന്നു എന്ന് പറഞ്ഞാൽ അതൊരു നിസ്സാര കാര്യമായി ദയവായി പ്രിയപ്പെട്ട പ്രേക്ഷകർ കരുതരുത് എന്ന് മാത്രമേ എനിക്ക് പറയാൻ കഴിയുള്ളൂ. അതിലെ BJPയോട് സ്നേഹം പ്രകടിപ്പിച്ച ആളുകളിൽ തീർച്ചയായിട്ടും CPIMൽ പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്, കോൺഗ്രസിൽ പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്, പല പാർട്ടികളിലും പ്രവർത്തിക്കുന്ന മുസ്ലിം ലീഗ് ഒഴിച്ച് ബാക്കി എല്ലാ പാർട്ടിയിലെ നേതാക്കന്മാരുമായിട്ട് ഈ അഭിപ്രായം ഞാൻ പങ്കുവച്ചിട്ടുണ്ട്. ലീഗിലെ നേതാക്കന്മാരുമായിട്ടൊന്നും ഞാൻ ഈ അഭിപ്രായം ചോദിച്ചിട്ടില്ല, അല്ലെങ്കിൽ ലീഗിൻ്റെ അണികളുമായിട്ട് ഞാൻ അഭിപ്രായം ചോദിച്ചിട്ടില്ല. പക്ഷേ പല മുസ്ലിം മതവിശ്വാസികളുമായും അതുപോലെ തന്നെ അഭ്യസ്തവിദ്യരായ പല മുസ്ലിങ്ങളുമായും ഞാൻ ഈ കാര്യത്തെക്കുറിച്ച് ചർച്ച നടത്തിയിട്ടുണ്ട്. അത് മറ്റൊരു വിഷയമാണ്, അതിലേക്ക് ഞാൻ പോകുന്നില്ല. എന്തായാലും ശരി, ഞാൻ ഈ പറഞ്ഞ വാചകം കേരള രാഷ്ട്രീയത്തിൽ വലിയ ഒരു മാറ്റത്തിന് സാധ്യതയുള്ളൊരു വാചകമായി ഞാൻ കാണുന്നു. BJPക്ക് മധ്യവർഗം ചെയ്യുന്ന വോട്ട് പാഴാക്കലല്ല, ഭാവിയിലേക്കുള്ള ഒരു നിക്ഷേപമായി അവർ കരുതുന്നു എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായ ഒരു മാറ്റം 2026 തിരഞ്ഞെടുപ്പിൽ ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് അതിൻ്റെ അർത്ഥം. 2026 തിരഞ്ഞെടുപ്പിൻ്റെ ഫലത്തിലേക്കല്ല ഞാൻ പോകുന്നത്. ഇവിടെ വളർന്നു വരുന്ന അതിശക്തമായ ഒരു മാനസികമായ വികാരത്തിലേക്കാണ് പോകുന്നത്. ഇവിടുത്തെ വോട്ടർമാരുടെ ഒരു ആറ്റിറ്റ്യൂഡണൽ ചേഞ്ചിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം ഞാൻ നിരീക്ഷിച്ചത്, ഹിന്ദുക്കൾ സാവധാനം സംഘടിതരായിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ SNDP NSS അതിൻ്റെ നേതൃത്വത്തിൻ്റെ സംഭാവന അതൊക്കെ അവിടെ നിൽക്കട്ടെ, അതൊന്നും കാര്യമായിട്ടുള്ളതായിട്ട് ഞാൻ കരുതുന്നില്ല. ഒരുപക്ഷെ
വെള്ളാപ്പള്ളി നടേശൻ തീർച്ചയായിട്ടും എടുത്ത നിലപാടുകൾ ഹിന്ദു ഐക്യത്തിന് വലിയ ഒരു വഴി തുറന്നു കൊടുത്തു എന്ന കാര്യത്തിൽ സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല. അതേസമയം സുകുമാരൻ നായർ ഇക്കാര്യത്തിൽ നിശബ്ദനായിരുന്നു. അദ്ദേഹം എന്നും UDF-നോടൊപ്പമായിരുന്നു. ഇന്നലെയും അതായിരുന്നു, ഇന്നും അതാണ്, നാളെയും അതാണ്. സുകുമാരൻ നായരെ ഈ സമുദായം ഗൗരവമായി എടുക്കുന്ന ഒരു നേതാവ് അല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഇവിടെ ഹിന്ദുക്കൾ സാവധാനം സംഘടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, മധ്യവർഗ ഹിന്ദുക്കളിൽ, അഭ്യസ്തരായ മധ്യവർഗ ഹിന്ദുക്കളിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ നേരിടാൻ RSS വേണം എന്ന ചിന്താഗതി രൂഢമൂലമായിരിക്കുന്നു. അതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. വളരെ ശക്തമാണ് RSSൻ്റെ സാന്നിധ്യം. അതിനർത്ഥം എല്ലാവരും നിക്കറിട്ട് RSSൻ്റെ ശാഖയിൽ പോകുന്നു എന്നല്ല അതിനർത്ഥം. മറിച്ച് RSS അനിവാര്യമായ ഒരു സാന്നിധ്യമാണ് കേരള സമൂഹത്തിൽ. തങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ RSSൻ്റെ സാന്നിധ്യത്തിനെ കഴിയൂ എന്ന് വിശ്വസിക്കുന്ന ആളുകളുടെ എണ്ണം കൂടുന്നു. അതാണ് ഞാൻ അർത്ഥമാക്കുന്നത്. അവരെല്ലാം RSSൽ പോകുന്നു, RSSൻ്റെ പരിപാടിയിൽ പങ്കെടുക്കുന്നു എന്നല്ല ഞാൻ അർത്ഥമാക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ മധ്യവർഗ ഹിന്ദുക്കളിലെ വളർന്നു വന്നിരിക്കുന്ന വലിയൊരു ആശങ്ക, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനോ തങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം തരാൻ കഴിയില്ല. ഇതാണ് അവരുടെ തിരിച്ചറിവ്. ഇതൊരു നിസ്സാരമായ തിരിച്ചറിവല്ല. അതിന് തുടക്കം കുറിച്ചതും 2026 ഈ തെരഞ്ഞെടുപ്പാണ്. ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഒരു കാലഘട്ടത്തിൽ കേരളത്തിലെ പൊതുസമൂഹം, പ്രത്യേകിച്ച് ഹിന്ദുക്കൾ, അവർ വളരെ ആദരവോടും ബഹുമാനത്തോടും ഒക്കെയാണ് ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരെയും ക്രൈസ്തവ പുരോഹിതന്മാരെയും കണ്ടിട്ടുള്ളത്. ഒരിക്കലെ എൻ്റെ ഒരു ക്ലാസ്മേറ്റ്, അദ്ദേഹം ഒരു ബിഷപ്പായിരുന്നു. ഇപ്പം അദ്ദേഹം വിദേശത്താണ്. അദ്ദേഹം ഒരിക്കലെ കോന്നി വഴി കടന്നു പോയപ്പോൾ എന്നെ ഫോൺ ചെയ്ത് ചോദിച്ചു, എൻ്റെ വീട് എവിടെയാണെന്ന് ചോദിച്ചു. എൻ്റെ വീടിൻ്റെ ലൊക്കേഷൻ പറഞ്ഞു. അദ്ദേഹം ഏതോ ഒരു ഔദ്യോഗിക യാത്രയിൽ പോകുന്ന വഴിക്കാണ് അദ്ദേഹം എൻ്റെ വീട്ടിൽ കയറി സഭാ വസ്ത്രമൊക്കെ ധരിച്ചാണ് വന്നത്. എൻ്റെ വളരെ അടുത്ത സുഹൃത്തായിരുന്നു. കോളേജിൽ ഞങ്ങൾ കളിച്ച് വളർന്ന ആളുകളാണ്, തമാശകളൊക്കെ പറഞ്ഞ് ചിരിച്ച് വളർന്ന ആളുകളാണ്. അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൽ കാര്യമായ മാറ്റമൊന്നുമില്ല. എന്നെ വളരെ സന്തോഷമായിട്ട് ഡേ എന്നൊക്കെ വിളിച്ച് സന്തോഷമായിട്ടാണ് സംസാരിച്ചത്. പക്ഷേ പുരോഹിതനാകുമ്പോൾ എനിക്ക് അങ്ങനെ വിളിക്കാനൊക്കാത്തതുകൊണ്ട് ഞാൻ ബഹുമാനത്തോടെ സംസാരിച്ചപ്പോഴേ, ഞാൻ പഴയ ഇന്നയാളാണ്, നീ ഇത്ര വലിയ ബഹുമാനമൊന്നും കാണിക്കണ്ടെന്ന് പറഞ്ഞു. പക്ഷെ പ്രശ്നം അതല്ല. അദ്ദേഹം വന്നു, ഒരു കപ്പ് ചായ കുടിച്ചിട്ട് പോയി കഴിഞ്ഞപ്പോൾ എൻ്റെ വീടിനുള്ള അയൽപ്പക്കത്തുള്ള ഹിന്ദുക്കളൊക്കെ ചേർന്ന് പലരും എന്നോട് ചോദിച്ചു, എന്താ തിരുമേനി വന്നത്? തിരുമേനി കൂടെ പഠിച്ചതാണ്. അപ്പോൾ തിരുമേനിയുടെ ഒരു സന്ദർശനം, എൻ്റെ ക്ലാസ്മേറ്റായ ഒരു ബിഷപ്പിൻ്റെ സന്ദർശനം എനിക്ക് എൻ്റെ ഗ്രാമത്തിൽ വലിയ, അല്ലെങ്കിൽ എൻ്റെ ചുറ്റുപാടിനും വലിയൊരു മതിപ്പ് എൻ്റെ അയൽപ്പക്കക്കാർക്ക് ഉണ്ടാക്കി എന്നുള്ളതാണ് വാസ്തവം. ഞാൻ ഇത് പറഞ്ഞത് പൊതുസമൂഹത്തിന് ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരും ക്രൈസ്തവ പുരോഹിതന്മാരും ബിഷപ്പുമാരും മെത്രന്മാരൊക്കെ അവരോടുണ്ടായിരുന്ന ഒരാദരവ് താരതമ്യേന കുറഞ്ഞു വരികയും അത് അവജ്ഞയായിട്ട് മാറുകയും ചെയ്യുന്നൊരു സാഹചര്യത്തിലെത്തിയിട്ടുണ്ട്. അത് നിസ്സാരമായ ഒരു കാര്യമല്ല. അപ്പോൾ അത് ക്രൈസ്തവ പുരോഹിതന്മാരും മറ്റു പുരോഹിതന്മാരിൽ നിന്നൊക്കെ വ്യത്യസ്തരാണ്. അവർ വളരെ അഭ്യസ്തവിദ്യരാണ്. പ്രത്യേകിച്ച് സമൂഹം ആദരവോടെ കണ്ടിരുന്ന ആളുകളെ സമൂഹം ചെറിയ ചെറിയ അവജ്ഞയോടെ കാണാൻ തുടങ്ങുമ്പോൾ അവരുടെ നിലവാരം താഴോട്ട് പോവുകയാണ്. അവർക്ക് കേരളത്തിലെ പൊതുസമൂഹത്തിലുള്ള അംഗീകാരം നഷ്ടപ്പെടുകയാണ്. പൊതുവേ ക്രൈസ്തവ പുരോഹിതന്മാർക്കുള്ള അംഗീകാരം ത്തിൻ്റെ ഒരു തകർച്ചയ്ക്ക് വഴിതെളിച്ചത് 2026 തെരഞ്ഞെടുപ്പിൻ്റെ ആരംഭത്തിലാണ്. ബിഷപ്പുമാർ സ്വീകരിച്ച തുറന്ന രാഷ്ട്രീയ നിലപാടുകൾ, രാഷ്ട്രീയ ഇഷ്ടാനിഷ്ടങ്ങൾ തുറന്നു പറയാൻ തുടങ്ങിയതാണ് ഇത്തരമൊരു അവജ്ഞയോടെ കാണുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഭൂരിപക്ഷ സമുദായത്തിനെ എത്തിച്ചത് എന്ന് പറയുന്നതിന് ദുഃഖമുണ്ട്. പക്ഷേ അതൊരു വാസ്തവമാണ്. പിന്നീട് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഇത് 3 കാര്യമാണ് എൻ്റെ ഒരു നിരീക്ഷണം എന്ന നിലയിൽ എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്. ഒരുപക്ഷെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് പലർക്കും അതിനോട് തീർച്ചയായിട്ടും അഭിപ്രായ വ്യത്യാസങ്ങൾ കാണും. കൂടുതൽ കാര്യങ്ങളുണ്ട് എന്ന വ്യത്യസ്തമായ ഒരുപാട് അഡീഷൻസ് കാണും. ഇതിനകത്ത് ഡിലീറ്റ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ടാകാം, തീർച്ചയായിട്ടും ഉണ്ടാകും. അതൊക്കെ കമൻറ്റ് ബോക്സിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. പിന്നെ ഒന്ന് എനിക്ക് പറയാനുള്ളത്, UDF അധികാരത്തിലെത്തിയാൽ അതിൻ്റെ അർത്ഥം ഭരണവിരുദ്ധ വികാരം UDFന് അനുകൂലമായി കേന്ദ്രീകരിക്കപ്പെട്ടു എന്നാണ്. എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് നേതാക്കന്മാരുടെ മഹത്വം കണ്ടുകൊണ്ടോ കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതാക്കന്മാരുടെ പ്രത്യേകതകൾ കണ്ടുകൊണ്ടോ ഇന്ത്യ ഭരിക്കാൻ അവർ വരുമെന്ന് വിശ്വസിച്ചോ ഒന്നുമല്ല. തങ്ങളുടെ മുഖ്യ ശത്രു ഇപ്പോഴത്തെ ഭരണപക്ഷമാണ്. അവരെ തോൽപ്പിക്കാൻ ബലവാനായ ആളിനെ വോട്ട് ചെയ്യുന്നു എന്ന നിലയിലേക്കുള്ളൊരു ഷിഫ്റ്റാണ് ഉണ്ടാകുന്നത്. അത് UDFന് അനുകൂലമായ കാറ്റായിട്ട് കരുതാൻ പറ്റില്ല. മറിച്ച് LDFനോടുള്ള വെറുപ്പുള്ള ആളുകൾ LDFനെ ഏത് വിധത്തിലെങ്കിലും തോൽപ്പിക്കണം, ഏത് പിശാച് വേണമെങ്കിലും അധികാരത്തിൽ വന്നോട്ടെ, LDF പോകട്ടെ എന്ന് വിചാരിക്കുന്ന ആളുകളെ പലരെയും എനിക്ക് കാണാൻ കഴിഞ്ഞു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, CPIM പോലും അത്തരം ഒരു ചിന്തയുണ്ട്. CPM
CPMലെ എത്ര വോട്ടുകൾ മാറി ചെയ്യും, CPMനെതിരെ ചെയ്യും എന്ന് പോലും ഞാൻ സംശയിക്കുന്നുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല, എൻ്റെ അനുഭവം പിന്നൊരിക്കൽ പറയാം. എന്തായാലും ശരി, UDF അധികാരത്തിൽ വന്നാൽ ഇവിടുത്തെ നേതാക്കന്മാരുടെ അംഗീകാരമല്ല, UDFൻ്റെ രാഷ്ട്രീയ നിലപാടുകൾക്കുള്ള അംഗീകാരമല്ല, മറിച്ച് ഭരണവിരുദ്ധ വികാരം മാത്രമാണ് അവരെ അധികാരത്തിലെത്തുന്നത്. ഭരണവിരുദ്ധ വികാരം BJPക്ക് നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിനും ഒരർത്ഥമുണ്ട്. അതായത് ഗ്രാമതലങ്ങളിൽ, ബൂത്ത് തലങ്ങളിൽ ഇന്ന് വരെ തങ്ങളുടെ സംഘടനാ ശേഷി മികവുറ്റതാക്കാൻ CPIMനോ അല്ലെങ്കിൽ കോൺഗ്രസിനോ തുല്യമായ രീതിയിലെങ്കിലും അതിനെ പ്രവർത്തന സജ്ജമാക്കുന്ന കാര്യത്തിൽ BJPയുടെ ഇതുവരെയുള്ള നേതൃത്വം പരിപൂർണമായി പരാജയപ്പെട്ടു എന്ന് തന്നെയാണ് അതിനർത്ഥം. ഇവിടെ BJPക്ക് ഒരു നിർണായകമായ റോള് വഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതിനർത്ഥം കേരളത്തിലെ BJP നേതൃത്വം, മുകളിൽ മുതൽ താഴെ വരെയുള്ള BJP നേതൃത്വം പുനഃസംഘടിപ്പിക്കപ്പെടേണ്ടിയിരിക്കുന്നു എന്നാണ്. കാരണം ജനങ്ങളുടെ അംഗീകാരം വാങ്ങാൻ അവർക്ക് കഴിഞ്ഞില്ല എന്നായിരിക്കും തെളിയിക്കുന്നത്. അപ്പം BJPയെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് ഫലം വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മറ്റൊന്ന്, BJPയുടെ നേതാക്കന്മാർക്ക് പൊതു സ്വീകാര്യതയില്ല എന്ന് തെളിയിക്കുന്നതായിരിക്കും UDFന് ലഭിച്ചാൽ ആ വലിയ മുന്നേറ്റം സൂചിപ്പിക്കുന്ന മറ്റൊരു കാര്യം. പിന്നെ CPMനെ സംബന്ധിച്ചിടത്തോളം ഞാൻ കേരളത്തിലെ പൊതുവായി ഒന്ന് യാത്ര ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് CPMൻ്റെ തകർച്ച കണ്ണൂരിൽ നിന്ന് ആരംഭിക്കുന്നു തന്നെയാണ്. ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ CPMന് ഒരു വലിയ ഭാവി കേരളത്തിലുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. CPMനെ നയിക്കാൻ ശേഷിയും ശേമുഷിയുമുള്ള നേതാക്കന്മാർ ആ പാർട്ടിയിലില്ല. പഴയ പോലെ തന്നെ പാർട്ടി നേതൃത്വത്തെ അന്ധമായി വിശ്വസിച്ച് ഒരു വിപ്ലവം ഇവിടെ ഉണ്ടാകും, അനിവാര്യമായ ചില മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പാർട്ടിക്ക് കഴിയും എന്ന് വിശ്വസിച്ച് നിന്നിരുന്ന അണികളെ ഏതാണ്ടെല്ലാം പൂർണ്ണമായി നഷ്ടപ്പെട്ടു കഴിഞ്ഞു. അത്തരം അണികളും പാർട്ടിക്കില്ല. എന്തായാലും CPMൻ്റെ ഒരു തകർച്ച ഞാൻ മനസ്സിലാക്കിയിടത്തോളം കണ്ണൂരിൽ നിന്നാണ് ആരംഭിക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തീർച്ചയായിട്ടും ദുർബലമായിക്കൊണ്ടിരിക്കുകയാണ്. അധികാരത്തിലെത്തിയത് കോൺഗ്രസിൻ്റെ ശക്തിയല്ല എന്ന് ഞാൻ പറയാനുള്ള കാര്യം അതാണ്. അഖിലേന്ത്യാ തലത്തിൽ ഉണ്ടാകുന്ന തകർച്ച 2029 മുമ്പ് അഖിലേന്ത്യാ തലത്തിൽ കോൺഗ്രസിനുണ്ടാകുന്ന തകർച്ച ഏറ്റവും ആദ്യം പ്രതിഫലിക്കുന്നത് കോൺഗ്രസിന് അല്പം അടിത്തറയുള്ള കേരള സംസ്ഥാനത്തായിരിക്കും. എന്തായാലും ശരി, മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് ഇവർ ഈ ഹൈക്കമാൻഡ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് സ്വപ്നങ്ങളിൽ മാത്രമാണ്. കോൺഗ്രസിൻ്റെ ഭരണവും സ്വപ്നങ്ങളിലാകാതിരിക്കട്ടെ എന്ന് കരുതുന്നു. എന്തായാലും ശരി, ഈ തിരഞ്ഞെടുപ്പ് രംഗത്ത് നടത്തിയ എൻ്റെ തിരഞ്ഞെടുപ്പ് പ്രവർത്തന രംഗത്ത് നിന്ന് ഞാൻ ശേഖരിച്ച ചില വിവരങ്ങൾ പ്രിയപ്പെട്ട പ്രേക്ഷകരുമായിട്ട് മാത്രം ഞാൻ പങ്കുവച്ചാണ്. ഇത് സമ്പൂർണ്ണമാണ് എന്ന് ഞാൻ കരുതുന്നില്ല. ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം തികച്ചും വസ്തുനിഷ്ഠം മാത്രമാണെന്ന് ഞാൻ കരുതുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്, വ്യക്തിനിഷ്ഠമാണ് എൻ്റെ നിരീക്ഷണമെന്ന്. തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. നമ്മുടെ അടുത്ത മാസം, അതായത് മെയ് 4-ാം തീയതി നമുക്ക് തിരഞ്ഞെടുപ്പ് ഫലം അറിയാൻ കഴിയും. പക്ഷേ തിരഞ്ഞെടുപ്പ് ഫലത്തിലേക്കല്ല ഞാൻ പോയത്, മറിച്ച് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ചില വസ്തുതകൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ധരിപ്പിക്കുക മാത്രമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.